സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനത്തെ ആശങ്കയോടെ കാണുകയാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട് നിവാസികൾ. ടൈഗർ സഫാരി പാർക്ക് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമാണ് പ്രദേശവാസികളിൽ ആശങ്കയുണ്ടാക്കുന്നത്. പദ്ധതി ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ടൈഗർ സഫാരി പാർക്ക് ഭാവിയിലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വിനിയോഗിച്ച് 200 കോടി രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. നിലവിലെ മലബാർ വന്യജീവി സങ്കേത കേന്ദ്രത്തെ കടുവാ സങ്കേതമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ചെമ്പനോട മുതുകാട് പ്രദേശത്താണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിനോട് ചേർന്നുള്ള സിംഹ പാർക്ക് മാതൃകയിലാകും പാർക്ക് നിർമ്മിക്കുക. സഞ്ചാരികൾക്ക് തുറന്ന കവചിത വാഹനങ്ങളിൽ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് ഇവയെ അടുത്ത് കാണാനാകും. എന്നാൽ പദ്ധതിക്കെതിരെ കർഷക സംഘടനകളും ഒരു വിഭാഗം നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു വികസനത്തിലും വനം വകുപ്പിന് മാത്രം വികസനം ഉണ്ടാകുകയും പ്രദേശവാസികൾക്ക് അതുകൊണ്ട് വന്യമൃഗങ്ങളെ കൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ, അതുമാത്രമല്ല പുതിയ പരിസ്ഥിതി പ്രകൃതി നിയമങ്ങൾ വന നിയമങ്ങളൊക്കെ ജനവാസ മേഖലയിലേക്കും അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പദ്ധതി യാഥാർത്ഥ്യമായാൽ പ്രതിദിനം ആയിരക്കണക്കിന് സഞ്ചാരികളെയാണ് സർക്കാർ ഇവിടേക്ക് ലക്ഷ്യമിടുന്നത്. പെരുവണ്ണാമൂഴി, കക്കയം ഡാമുകൾ ഉൾപ്പെടെയുള്ളവ ചേർത്ത് ടൂറിസം സർക്യൂട്ടായി വികസിപ്പിച്ചാൽ പദ്ധതി ജില്ലയുടെ ടൂറിസത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. വലിയ മതിൽക്കെട്ടിനകത്ത് നിർമ്മിച്ചെടുക്കുന്ന സ്വാഭാവിക വനത്തിൽ കടുവകളെ തുറന്നുവിട്ട് വളർത്തുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണയിൽ കഴിയുന്ന 11 കടുവകളും മറ്റുള്ളവ 7 എണ്ണവും ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ 18 കടുവകളെയാണ് ഇവിടേക്ക് എത്തിക്കുക. ഒരു ഭാഗത്ത് നാട്ടുകാരും കർഷക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. എങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ. 300 ഏക്കർ പ്രദേശത്താണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 1 മാസത്തിനകം ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് സൂചന. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. കാടിറങ്ങുന്ന വന്യജീവികളുടെ ആക്രമണത്തിൽ വലയുന്ന ജനതയ്ക്ക് മുമ്പിലേക്കാണ് ടൈഗർ സഫാരി പാർക്ക് സ്ഥാപിക്കും എന്ന പ്രഖ്യാപനം വരുന്നത്. മനുഷ്യരുടെ ആശങ്കകൾ പരിഹരിച്ചിട്ട് പോരെ ഇത്തരത്തിലുള്ള പദ്ധതികൾ എന്നുള്ള ചോദ്യവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കേൾക്കാം പ്രതികരണങ്ങൾ. വളരെയധികം സമരം ചെയ്ത് നിലവിൽ മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഒഴിവാക്കപ്പെട്ട ബഫർ സോൺ കടുവ സങ്കേതത്തിൻ്റെ പേരിൽ തിരിച്ചു വരുമോ എന്നുള്ളൊരു ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. ആ ആശങ്ക പരിഹരിക്കണം. ആനകൾ ഈ കന്മതിലും കാര്യങ്ങളും തകർത്ത് കളഞ്ഞാൽ, ഈ കടുവകൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആര് അതിന് സമാധാനം പറയും, ആര് ജനങ്ങളുടെ സുരക്ഷ ഒരുക്കും എന്നുള്ള കാര്യത്തിലും വനം വകുപ്പ് മറുപടി പറയേണ്ടതുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. സഫാരി പാർക്കിനേക്കാൾ പ്രധാനം വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് നാട്ടുകാർക്കോ കൃഷിക്കാർക്കോ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇതിൻ്റെ പേരിൽ പിന്നീട് വന്നേക്കാവുന്ന നിയന്ത്രണങ്ങൾ അത് ഇവിടുത്തെ ജനജീവിതത്തെ ബാധിക്കും. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടം വീടുകളിലെല്ലാം പശു, ആട് അങ്ങനെയെല്ലാം വളർത്തുന്നവരാണ്. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് അത് വലിയൊരു ആശങ്കയായിട്ട് മാറും. പിന്നീട് അത് ജനങ്ങളുടെ ജീവനും എല്ലാത്തിനും ആപത്തായിട്ട് മാറും. ഭാവിയിൽ യാതൊരു വിധത്തിലുമുള്ള ആശങ്ക ഈ സഫാരി പാർക്ക് കൊണ്ട് ഇവിടെ കർഷകർക്കുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല സർക്കാരിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ളൊരു സഫാരി പാർക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്.